എല്ലാവർക്കും ഒരു ക്രിസ്മസ് ദിനം കൂടി ആശംസിക്കുന്നു. മാപ്പിൾ ബ്രൂക്ക് എന്ന ചെറിയ പട്ടണത്തിൽ ക്രിസ്മസ് രാത്രിയിൽ മഞ്ഞ് മൃദുവായി വീണു. വീടുകളുടെ മേൽക്കൂരകളും വഴികളും വെളുത്ത പുതപ്പണിഞ്ഞതുപോലെ തോന്നി. എല്ലാവരും തിരക്കിലായിരുന്നു. ഷോപ്പിംഗ്, അലങ്കാരം, ഒരുക്കങ്ങൾ. എന്നാൽ 12-കാരനായ ഏലിക്ക് എന്തോ കുറവുണ്ടെന്ന് തോന്നി. ഈ വർഷം ഏലിയുടെ വീട്ടിൽ വലിയ സമ്പത്തൊന്നുമില്ല. വമ്പൻ ക്രിസ്മസ് മരമില്ല, സമ്മാനങ്ങളുടെ ഒരു കൂമ്പാരവുമില്ല. ലളിതമായ ഒരു അത്താഴവും ജനാലയിൽ തൂക്കിയ പഴയ ലൈറ്റുകളും മാത്രം. ഏലി പരാതിപ്പെടാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ കഴിയാൻ അവന് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴാണ് ആ ക്രിസ്മസ് ദിവസം ഏലിയുടെ അമ്മൂമ്മ അവനെയും കൂട്ടി മിസ്റ്റർ ഹാരിസിന് ഭക്ഷണപ്പൊതി നൽകാനായി പട്ടണത്തിലേക്ക് പോകാൻ ഒരുങ്ങിയത്. പട്ടണത്തിന്റെ അറ്റത്താണ് അദ്ദേഹം ഒറ്റയ്ക്ക് താമസിച്ചിരുന്നത്. അവിടെ എത്തിയപ്പോൾ വീട് തണുത്തും മങ്ങിയതുമായിരുന്നു. ഭക്ഷണക്കൂട്ടം കൈപ്പറ്റുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നന്ദിയുടെ പ്രകാശം തെളിഞ്ഞു. ആരും എന്നെ ഓർത്തില്ലെന്ന് ഞാൻ കരുതിയിരുന്നു, അദ്ദേഹം മന്ദമായി പറഞ്ഞു. അത് കേട്ടപ്പോൾ ഏലിയുടെ ഹൃദയം ഒന്നലിഞ്ഞു. വീട്ടിലേക്കുള്ള വഴിയിൽ അമ്മൂമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൃതജ്ഞത നമ്മൾ എന്ത് ലഭിക്കുന്നു എന്നതല്ല, നമ്മൾ ഇതിനകം കൈവശമുള്ളത് എന്തെന്ന് തിരിച്ചറിയുന്നതാണ്, അത് പങ്കുവെക്കുന്നതുമാണ്. ആ രാത്രി ഏലി തൻ്റെ ചെറിയ വീട്ടിലേക്ക് നോക്കി. മേശയ്ക്കരികിലെ ചിരി, ചൂടുള്ള സൂപ്പ്, അമ്മൂമ്മയുടെ കരോൾപ്പാട്ട് എല്ലാം അവൻ ശ്രദ്ധിച്ചു. സമ്മാനങ്ങളാലല്ല, സ്നേഹത്താലാണ് തൻ്റെ ഹൃദയം നിറഞ്ഞതെന്ന് അവൻ മനസ്സിലാക്കി. ആ ക്രിസ്മസ് ദിനത്തിൽ ഏലി ഒരു കുറിപ്പെഴുതി ചെറിയ ക്രിസ്മസ് മരത്തിനടിയിൽ വെച്ചു. ഈ വീട്ടിനായി നന്ദി, ഇന്നത്തെ ദിവസത്തിനായി നന്ദി, നമ്മൾ ഒരുമിച്ചിരിക്കുന്നതിനായി നന്ദി. പൊതിഞ്ഞതോ തിളങ്ങുന്നതോ ആയ സമ്മാനമല്ലായിരുന്നു അത്, പക്ഷേ അവൻ നൽകിയ ഏറ്റവും നല്ല സമ്മാനം അതായിരുന്നു. ലളിതവും നിശബ്ദവുമായ ആ ക്രിസ്മസ് ഏലിയുടെ ജീവിതത്തിൽ എന്നും നിലനിന്നു. കാരണം കൃതജ്ഞത എന്നത് ഏതു കാലത്തെയും പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചമാണെന്നത് അവനെ പഠിപ്പിച്ചു. ദൈവം തന്ന എല്ലാ നന്മകൾക്കും ഈ ക്രിസ്മസ് ദിനത്തിൽ നന്ദി കരയറ്റാം. എല്ലാവർക്കും ക്രിസ്മസ് സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ. താങ്ക് യു.